ഗൈസ്, അങ്ങനെ നമുക്ക് കുറേ ദിവസം ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ എവിടെ എത്തി? നമ്മളുടെ ഓൺ എക്സാം ഇങ്ങ് എത്തിയില്ലേ? അപ്പൊ നമ്മളുടെ ഓൺ എക്സാമിന് എന്തായാലും വെരി 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 ഷുവർ ആയിട്ട് 100% ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പുസ്തകം പറഞ്ഞാലോ? യെസ്. അപ്പൊ ഇതുപോലെയുള്ള എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യൻസിനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, അങ്ങനെയെങ്കിൽ നോക്കിയേ, നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലൈൻസ് ആൻഡ് സർക്കിൾസ്, വരകളും വട്ടങ്ങളും എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് ദ ഇവൻ എന്ന് പറയുന്നത്. ഇതെന്തായാലും 100% ഷുവർ ആണ് കേട്ടോ. 100% ഷുവർ ആണ് ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാൻ ചോദിക്കും. നിങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് വരയ്ക്കാനാണ് മിസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മളുടെ സെറ്റ് സ്ക്വയർ വേണം, അതുപോലെ നമ്മളുടെ സ്കെയിലും വേണം. ഓക്കെ, ഇവന്മാർ രണ്ടാളുണ്ടെ വളരെ സിമ്പിൾ ആയിട്ട് ഇത് വരയ്ക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നോക്ക്, ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ എല്ലാ സൈഡ്സും ഒരുപോലെയാണ് അല്ലേ ഉള്ളത്. നീളവും വീതിയും ഉയരവും ഒരുപോലെയുള്ള ഒരു ക്യൂബാണിത് അല്ലെ, സമചതുരക്കട്ടയാണിത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എല്ലാത്തിൻ്റെയും നീളം 3 3 3 3, നീളവും വീതിയും ഉയരമൊക്കെ ഞാൻ എന്ത് ചെയ്തു, 3 എടുത്തു. ഈ വശം ഈ വശം ഈ വശം ഈ വശം എല്ലാം 3 എടുത്തു. അപ്പൊ നിങ്ങൾ നോക്കിയടാ, ഞാൻ എന്ത് ചെയ്തു, ഇത് 3 സെന്റിമീറ്ററിലുള്ള ലൈന് വരച്ചേ. നമുക്ക് ഇനി അറിയാം ഇതിന് കുത്തനെ ആയിട്ടാണ് അടുത്ത ലൈന് വരുന്നത് അല്ലെ, കുത്തനെ ആയിട്ടാണ്. അപ്പൊ ഞാൻ നോക്ക്, ഇവിടെ നോക്ക്, ഇതിനെ ഞാൻ അങ്ങനെ വെക്കുന്നു, കുത്തനെ ആയിട്ട് മറ്റൊരു ലൈന് വരയ്ക്കുകയാണ്. ഓക്കെ, കുത്തനെ ആയിട്ട് 3 സെന്റിമീറ്ററിലുള്ള ലൈന് വേണം. അപ്പൊ ഇത് കറക്റ്റ് 3 സെന്റിമീറ്റർ ആണോ നോക്കണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് കറക്റ്റ് 3 സെന്റിമീറ്റർ ആണോ? 3 സെന്റിമീറ്റർ ആയില്ല, കുറച്ചുകൂടി വേണം. അപ്പൊ അത് വരച്ചു. ഇനി നോക്ക്, ഈ ഒരു സെറ്റ് സ്ക്വയറിനെ നോക്ക്, ഇതുപോലെ നോക്ക്, ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടുവരുന്നു, ഇവിടെയും വെക്കുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു ലൈന് വെക്കുന്നു. എന്നിട്ട് ഇതും 3 സെന്റിമീറ്റർ ആണോ നോക്കണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, 3 സെന്റിമീറ്റർ ആണോ എന്ന് കറക്റ്റ് അളന്ന് നോക്കുന്നു. അപ്പൊ അല്ല, ലേശം കൂടെ വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അതിന് കുറച്ചും കൂടെ വരച്ചു. ഓക്കെ, ഇനി ഇവന്മാർ രണ്ടാളും എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മുകളിലെ ലൈൻ കൂട്ടി യോജിപ്പിച്ചാൽ മതി അല്ലേ. അപ്പൊ ഇവന്മാർ രണ്ടാളും ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ 3 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആയി അല്ലേ. അപ്പൊ ഇനി നമുക്ക് സ്ക്വയറോ ചതുരോ ചോദിക്കുകയാണെങ്കിൽ അതും വരയ്ക്കാൻ നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചില്ലേ? യെസ്. ഇനി അടുത്ത് നോക്ക്, ഇങ്ങനെ ചെരിഞ്ഞ വരകളുണ്ട്, ഒരേ ചെരിവിൽ പോകുന്ന, നോക്ക്, ഒരേ ചെരിവിൽ പോകുന്നതാ ഇങ്ങനത്തെ ലൈൻസ് ഉണ്ട് അല്ലെ. ആ ലൈൻസ് ആണ് മിസ്സിന് വരയ്ക്കാൻ പോകുന്നത്. ഇതാ നോക്കിയേടാ, നിങ്ങൾ എന്ത് ചെയ്യാ, ഒരേ ചെരിവുള്ള ലൈൻസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. എന്താണ് ഒരേ ചെരിവുള്ള ലൈൻസ്? യെസ്, ഒരേ ചെരിവുള്ള ലൈൻസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അതേ ചെരിവിൽ ഞാൻ ഇതേ വശം കൊണ്ട്, സെറ്റ് സ്ക്വയറിന്റെ അതേ വശം കൊണ്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു. ഇനി അതേ ചെരിവിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ താഴോട്ട് വെക്കുന്നു, എന്നിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഒരേ ചെരിവിലുള്ള കുറേ ലൈൻസ് വരച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു അതിനൊക്കെ എന്താണ് 3 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒക്കെ നീളം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അത് 3 സെന്റിമീറ്റർ ആണോ നോക്കുന്നു. അല്ല, 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ഉണ്ടാവില്ല, ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ 3 സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തേ. ഇവിടെ 3 സെന്റിമീറ്റർ നോക്കുന്നു, ഇവിടെ മാർക്ക് ചെയ്തേ. ഇനി നോക്കിയേ, ഇത് 3 സെന്റിമീറ്റർ നോക്കുന്നു, ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, എല്ലാം മാർക്ക് ചെയ്തില്ലേ? ഇനി എന്താ ചെയ്താൽ മതി, നമുക്ക് ഇവന്മാരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇവനും ഇവനും കൂട്ടി യോജിപ്പിച്ചു, ഇവിടം വരെ കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, ഇതാണ് നമ്മളുടെ ആര്, ദിവൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിവൻ എന്ന് പറയുന്നത് ഇവനാണ്. ഓക്കെ, ഇനി എന്താണ്, നിങ്ങൾക്ക് ഇത്ര ചെരിവ് വേണ്ട, അല്ലെങ്കിൽ എന്താണ് ഇതിന് കുറച്ചുകൂടി ചെരിവ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ വേറെ ഭാഗം വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗം കൊണ്ട് വരച്ചാൽ മതി. ഓക്കെ, ഈ ഭാഗം കൊണ്ട് വരച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി ചെരിഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാൻ ഭയങ്കര സിമിലർ ആയിരിക്കണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചാൽ മതി. ചെരിവുകളൊന്നും വലിയ അത്ര സിമിലർ ആവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഈ കാര്യമാണ് മിസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് വരയ്ക്കാൻ പഠിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് വരയ്ക്കാൻ പറ്റിയൊരു മിസ്സിനേക്കാളും അടിപൊളിയായിട്ട് വരച്ചവരൊക്കെ എന്ത് ചെയ്യുക, ഒരു പച്ചട്ടിക്ക് ഇതിന്റെ താഴെ ഇടണം. അപ്പൊ നമുക്ക് ഇതുവരെ ഓൺ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി പുതിയ കുറേ എക്സാംസ് വരാനുണ്ട്. ഈ എക്സാം കഴിഞ്ഞപ്പോൾ പല കുട്ടികളും പറഞ്ഞ കാര്യമാണ്, മിസ് അത്യാവശ്യം ഒരു ടഫായിരുന്നു എക്സാം എന്നുള്ളത്. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതായത് നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2999 ബാച്ച് 1799 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ പൈസ കൊടുത്ത് ജോയിൻ ചെയ്യേ, അല്ലെങ്കിൽ ഈ ഓൺ എക്സാമിന്റെ ഇടയിൽ കൂടെ ഉപ്പനോടൊക്കെ പോയി പറഞ്ഞാൽ അടി കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇപ്പം പോയിട്ട് ജോയിൻ ചെയ്യൊന്നും വേണ്ട മക്കളെ. എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക,
ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നമ്മളുടെ രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, ആ രജിസ്ട്രേഷൻ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ബിക്കോസ് 26 വരെ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തവർക്ക് മാത്രമേ ഇനി അങ്ങോട്ട് എന്തുണ്ടാവുള്ളൂ, ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പൊ പഠിക്കാൻ വരുന്ന കുട്ടികളാണുള്ളത്, അത്രയും പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളാണുള്ളത്. അപ്പൊ അവർക്കാണ് ഈ ഒരു ഓഫർ, അല്ലാതെ എല്ലാവർക്കും ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ആലോചിക്കുക ചേരണ്ടേന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ചേർന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.